ശരി, ശ്രീ ജോർജ് ജോസഫ്, അങ്ങേക്ക് ഇതിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് ഈ നികുതിയേതര വരുമാനം കൊണ്ട് കേന്ദ്രത്തിന്റെ ഞെരുക്കലിനിടയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നാണ് ധനമന്ത്രി പറയുന്നത്. ബജറ്റിൽ കൃത്യമായി പറയുന്നില്ല എങ്കിലും സാമ്പത്തികാവലോകന റിപ്പോർട്ടിൽ 144 കോടിയുടെ വർധനയാണ് നികുതിയേതര വരുമാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ നമ്മൾക്ക് കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്ന എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ, പക്ഷേ അതിൽ പ്രായോഗികമായി എവിടെ നിന്ന് എടുത്തു കൊടുക്കും എന്ന കണക്കുകൾ നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് 35,000 കോടിയുടെ പ്രതീക്ഷയാണ് ഈ വർഷം. അടുത്ത നടപ്പ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും അതും 68,000 കോടിയാണ് എന്ന്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ കിട്ടാത്തൊരു തുക പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ വീതം വെപ്പ് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ നടക്കാത്ത പ്രഖ്യാപനങ്ങൾ എന്നാണോ അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? അല്ല, അത് തീർച്ചയായിട്ടും ശ്രീ ആദികേശവൻ പറഞ്ഞ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കൂടുതൽ ഒരു അതായത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ക്രൈറ്റീരിയക്കകത്ത് ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്കറിയാം. പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ, അതുപോലെ ജനനനിരക്ക് അടക്കമുള്ള പല ക്രൈറ്റീരിയകളും 15ാം ധനകാര്യ കമ്മീഷൻ വരെയുള്ള കാലത്ത് കേരളത്തിന് നമ്മൾ നേടിയെടുത്ത വികസനത്തിൻ്റെ ഫലമായിട്ട് സെറ്റ് ബാക്കായിട്ട് മാറുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ തന്നെ നമുക്ക് ഡിവല്യൂഷൻ്റെ കാര്യത്തിൽ വിനയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു വിമർശനം വളരെ ശക്തമായി കേരളം ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ 16ാം ധനകാര്യ കമ്മീഷൻ പരിഗണിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അത് പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രതീക്ഷ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കാണുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഏത് ബഡ്ജറ്റ് ആയാലും, ഇപ്പോൾ നമ്മൾ തനത് നികുതി വരുമാനമായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഡിവല്യൂഷനായാലും നമുക്ക് എല്ലാം പ്രൊജക്റ്റഡ് ഫിഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ശ്രീ ആദികേശവൻ പറഞ്ഞപ്പോൾ ഒരു കറക്ഷൻ എനിക്ക് തോന്നിയത്, ഞാൻ അവിടെ മനസ്സിലാക്കിയത് 2026-27 2,17,552 കോടി രൂപയുടെ ചിലവാണ് ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്ക് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വരുമാനം 1,82,972 കോടി രൂപയും 34,556 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റും കണക്കാക്കുന്നതാണ് ആ ധനകാര്യമന്ത്രി മുമ്പോട്ട് വെച്ചത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. ഇനി ആ പ്രൊജക്ഷൻ തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്രമാത്രം എത്താൻ കഴിയും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെലവുകൾ അതനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, തനത് നികുതി വരുമാനത്തിൽ നമ്മളിപ്പോൾ ഈ പ്രശ്നം നമ്മൾ കാണുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള മൊത്തം ട്രാൻസ്ഫർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6.15% കുറഞ്ഞു എന്നാണ് എക്കണോമിക് റിവ്യൂവിൽ പറയുന്നത്. അത് ഗ്രാൻഡിൻ്റെ എയ്ഡ് മാത്രം 42.33% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അർഹതപ്പെട്ടിട്ടുള്ള നമ്മുടെ കടമെടുക്കുന്നതിൻ്റെ പരിധി കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ വേറൊരു പ്രശ്നമായിട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ വായ്പ എടുക്കുന്ന കാര്യത്തിൽ 17,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് മൊത്തത്തിൽ വരുത്തിയത്. ഈ 2025-26 അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് മാത്രം 5,900 കോടി രൂപ അങ്ങ് കുറച്ച് കളഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒരു സമ്മർദ്ദം സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതിനെ മറികടക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? തനത് നികുതി വരുമാനം, അത് നികുതിയേതര വരുമാനവും നികുതി വരുമാനവും, അങ്ങനെ തനത് മൊത്ത വരുമാനം ഉയർത്തുന്നതിന് വലിയൊരു ഗണ്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു പക്ഷേ അത് ശ്രീ കെ എൻ ബാലഗോപാലിന് നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിലും അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അവഗണനയെ, കേന്ദ്രത്തിൻ്റെ നിഷേധാത്മക സമീപനത്തിനെ ആ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ പ്ലാൻ ഫണ്ട് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ ഏപ്രിൽ തുടങ്ങി ഈ മാർച്ച് 31 വരെയാണല്ലോ. അത് വെറും 38% ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. അപ്പോൾ വെറും 38% പറയുമ്പോൾ ഇപ്പോൾ ഫെബ്രുവരി അഴിക്കുന്നു, മാർച്ച് ആകാനിരിക്കുന്നു.
അപ്പോൾ ഇത്രയുമേ ചെലവഴിച്ചിട്ടുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രഖ്യാപനങ്ങൾക്ക് അർത്ഥം എന്താണെന്നുള്ള ചോദ്യം. ഇനി അതിന് മുന്നത്തെ വർഷം 24-25 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലല്ല, ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയ ശേഷം 50% എക്സ്പെൻഡിച്ചർ 50% വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറയ്ക്കുന്ന ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ് ഗവർണറുടെ അനുമതി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം അതിൽ വെട്ടിക്കുറവ് വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ ആലോചനയിലാണ്. ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നൊരു തീരുമാനമെടുക്കുകയാണ്. ബജറ്റ് പ്രഖ്യാപനത്തിന് വിരുദ്ധമായി 50% വെട്ടിക്കുറവ് വരുത്തുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ എന്താണ് അർത്ഥം? അല്ല, അതായത് പ്രഖ്യാപനങ്ങളും റിയാലിറ്റിയും തമ്മിൽ ഒരു എല്ലാ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2,17,000 കോടി രൂപ നമ്മൾ ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചാൽ കൃത്യം ആ 2027 മാർച്ച് 31 ആകുമ്പോൾ അത്രയും കോടി രൂപ ചെലവഴിക്കുന്നു എന്നല്ല അതിനർത്ഥം. അതുകൊണ്ടാണ് ഓരോ ബഡ്ജറ്റും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അല്ല, സ്മൃതി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഓരോ ബഡ്ജറ്റിലും ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ റിവൈസ്ഡ് ബഡ്ജറ്റും കൂടെ വെക്കലെന്തിനാ, ബഡ്ജറ്റ് കണക്കുകൾ വെക്കലെന്തിനാ? അതായത് അന്നത്തെ നമ്മൾ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലെ ബഡ്ജറ്റിൽ നിന്നും പല സാഹചര്യങ്ങളാൽ ചെലവുകൾ വകമാറ്റിയും പല കാര്യങ്ങൾക്ക് വേണ്ടി മുൻഗണന മാറ്റുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഒരു സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രക്രിയയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ 38% കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ 38% എന്ന് പറയുന്നത് ഈ 2025-26 സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറേ കൂടി മുമ്പോട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ മാർച്ച് 31 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ചെലവഴിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം. അതിപ്പോൾ കോവിഡ് കാലഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ പ്രളയം വരുമ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ കൊണ്ട് പല തീരുമാനങ്ങളും മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം മുഴുവനായി പൈസ 38% ചെലവഴിച്ചിട്ടുള്ളൂ, വളരെ കുറവാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ല. അത് സാമ്പത്തിക വർഷം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ഈ കണക്ക് യഥാർത്ഥത്തിൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അടുത്ത വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുമ്പോഴാണ് ആ ചെലവഴിക്കലിൻ്റെ കണക്ക് വീണ്ടും വരുന്നത്. ഇനി ഈ റിവൈസ്ഡ് ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ആക്ച്വൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആക്ച്വൽസ് കൂടെ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ എത്ര വിഹിതമാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് 38% ചെലവഴിച്ചു എന്നുള്ളത് ഒരു വലിയൊരു അപാകതയോ കുറവോ പാളിച്ചയോ ഒന്നുമല്ല. തീർച്ചയായിട്ടും മാർച്ച് 26 മാർച്ച് 31 ശേഷം അതേ പറഞ്ഞ അല്ല, ആ 50% വെട്ടിക്കുറച്ചു എന്ന് പറയുന്ന കണക്ക് അത് അത്ര പെരുപ്പിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 50% ചെലവിൽ വെട്ടിക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDP ഗ്രോത്ത് അടക്കം GSDP ഗ്രോത്ത് അടക്കമുള്ള കാര്യങ്ങൾ 9% മുകളിലാണ്. അല്ല അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ചില ചെലവഴിക്കലുകളിൽ കുറവ് വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മൊത്തത്തിൽ ബഡ്ജറ്റിൻ്റെ നടത്തിപ്പിനെയോ ഈ തുക ചെലവഴിക്കുന്ന കാര്യത്തെയോ പൊതുവായി അല്ലെങ്കിൽ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നില്ല. അത് ഓരോ ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്ത കണക്ക് നോക്കുക. അതായത് 1,30,030 നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 2025-26 പ്രൊജക്റ്റ് ചെയ്തതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവഴിക്കൽ നടത്തിയിട്ടുള്ളൂ. 1,71,974 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളൂ. ആ സാഹചര്യം ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ചെലവുകൾ വെട്ടിക്കുറയ്ക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് വരാം. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ അത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. ആ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചില ഇതുവരെ അതാണ് ഞാൻ പറഞ്ഞത്, ബഡ്ജറ്റിനകത്ത് മാത്രം നിന്നുകൊണ്ടല്ല ഒരു ധനകാര്യ മാനേജ്മെൻറ്റ്. ബഡ്ജറ്റ് ഈസ് ഓൺലി എ ഫ്രെയിം വർക്ക്, ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റുകൾ. അതിനകത്ത് കൃത്യമായി അതിനകത്ത് നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നതെന്ന് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കുറവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ കുറവുകൾ വരുത്തുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ചെലവഴിക്കൽ കുറയ്ക്കുന്നത് ദോഷകരമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷേ അത് ഏത് സാഹചര്യം എന്നുകൂടി നമ്മൾ പരിഗണിച്ചിട്ട് വേണം അതിനകത്തൊരു
തീരുമാനത്തിൽ അതിൻ്റെ കൃത്യമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു രീതിയിൽ നമുക്കതിനെ വിശദീകരിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കഴിയുമെന്നാണ് തന്നെയാണ് പറഞ്ഞത്. അതിൽ രഹസ്യാത്മകതയൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടാത്ത ഒരു കാരണമാണ്. പക്ഷേ ഈ 50% വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പോൾ, എന്ന് പറയുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് പൂർണ്ണമായും ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ലോ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വരുമാനം കൂടി പ്രതീക്ഷിച്ചാണ് കണക്ക് തീരുമാനിക്കുന്നത്. എല്ലാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കണക്കിലല്ലല്ലോ ചെയ്യേണ്ടത്. അല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള കിട്ടുന്നത് നമ്മുടെ അർഹതയല്ലേ? അത് പ്രതീക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെയാ? കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ അർഹതപ്പെട്ട പണമാണ്. കിട്ടേണ്ട ചില കണക്ക് ശരി, അത് ശരിയാണ് അങ്ങ് പറഞ്ഞത്. നമുക്ക് ഇല്ല, മുഴുവൻ പ്രഖ്യാപനം ആ രൂപത്തിലാവില്ലല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.